If the matter is one that can be settled by observation, make the observation yourself. If the matter is one that can be settled by observation, make the observation yourself. ഒരു സംഗതി നിരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിയുമെങ്കിൽ അത് സ്വയം നിരീക്ഷിച്ച് തന്നെ ബോധ്യപ്പെടേണ്ടതാണ്. യെസ്, മാൻ ഈസ് എ റാഷണൽ ആനിമൽ and sometimes she is prone to irrational activities or thoughts. ഇത് ബെർട്രാൻഡ് റസ്സലിൻ്റെ വാക്കുകളാണ്. Man is a rational animal, but sometimes he is prone to irrational activities and thoughts. It is just because of the lack of observation. That's why he said, if the matter is one that can be settled by observation, make the observation yourself. If the matter is one that can be settled by observation, make the observation yourself. ഒരു സംഗതി നിരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിയുമെങ്കിൽ അത് നിരീക്ഷിച്ച് ബോധ്യപ്പെടുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ അത് അപ്പോൾ വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുമ്പോഴുണ്ടാകുന്ന അപകടങ്ങൾ അതൊഴിവാക്കാൻ ഈ ഓർമ്മപ്പെടുത്തൽ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഉദാഹരണത്തിന് ഇന്ന് ഏറ്റവും കണ്ടുവരുന്നൊരു പ്രശ്നമാണ്, ഒരു പ്രവണതയാണ് ഈ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന വിവരങ്ങൾ അതിൻ്റെ ആധികാരികതയെപ്പറ്റി ചിന്തിക്കാതെ, അതിൻ്റെ വസ്തുതയെപ്പറ്റി ചിന്തിക്കാതെ വെറുതെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പലപ്പോഴും സത്യമായി കൊള്ളണമെന്നില്ല. എന്ന് മാത്രമല്ല, ആരെങ്കിലും വ്യക്തികളെ അപകീർത്തിപ്പെടുത്താനും ഉപദ്രവിക്കാനും ഉതകുന്ന തരത്തിലുള്ളതായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സംഗതി കൈ കിട്ടുമ്പോൾ, ഒരു വിവരം കൈ കിട്ടുമ്പോൾ ഉടനെ ഷെയർ ചെയ്യാൻ നിൽക്കരുത്. അതിൻ്റെ ആധികാരികത, അതിൻ്റെ സോഴ്സ്, ആ വാർത്തയുടെ അല്ലെങ്കിൽ ആ വിവരത്തിൻ്റെ ഉറവിടം എവിടെയാണ്, അതിൻ്റെ വസ്തുത എന്താണ്, അതുമൂലം സമൂഹത്തിലുണ്ടാവാനിടയുള്ള ഗുണദോഷങ്ങൾ എന്താണെന്ന് ഒരു നിമിഷം ആലോചിച്ച് അല്ലെങ്കിൽ പഠിച്ച് അല്ലെങ്കിൽ നിരീക്ഷിച്ച് അതിനുശേഷം മാത്രമേ നമ്മൾ ഇത്തരം വിവരങ്ങൾ, വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങളിലേക്ക് അത് വഴിവെക്കും. നമുക്ക് വളരെ തമാശയായി തോന്നാം, പക്ഷേ ഇത്തരമൊരു സന്ദർഭം, ഇത്തരമൊരു അനുഭവം നമ്മുടെ നേരെ വരുമ്പോഴായിരിക്കും നമുക്കത് കൂടുതൽ ബോധ്യപ്പെടുക എന്നും കൂടി അറിയും. അപ്പോൾ ഞാൻ ബെർട്രാൻഡ് റസ്സലിൻ്റെ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ തിങ്കിങ് ലാംപ് ഓഫ് ദി 20th century എന്നറിയപ്പെടുന്നത് ബെർട്രാൻഡ് റസ്സൽ. തിങ്കിങ് ലാംപ് ഓഫ് ദി 20th century. He was a great mathematician as well. അദ്ദേഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ റബ്ബിഷ് എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ, ഒരു ഉപന്യാസത്തിൻ്റെ അടുത്ത വരികളാണ് ഞാൻ നേരത്തെ ഉച്ചരിച്ചത്. ഇൻ്റലക്ച്വൽ റബ്ബിഷ്.
ഇൻ്റലക്ച്വല് പോലും ബുദ്ധിമാന്മാർക്ക് പോലും പറ്റുന്ന മണ്ടത്തരങ്ങൾ പറ്റിയിട്ടുള്ള മണ്ടത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ വിസ്തര ഭയത്താൽ ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല. ആ വാചകങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോവാം. Man is a rational animal, but sometimes he is prone to irrational thoughts and activities. ഒഴിവാക്കാനുള്ള മാർഗം പറയുന്നത്, if the matter is one that can be settled by observation, make the observation yourself. ഒരു സംഗതി നിരീക്ഷണത്തിലൂടെ ബോധ്യപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ അത് സ്വയം നിരീക്ഷിച്ച് ബോധ്യപ്പെടുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടും. കാര്യം തെറ്റായ ധാരണ വെച്ച് പുലർത്തിക്കൊണ്ട് വേറൊരു സമൂഹത്തിൽ വേറെ എവിടെയെങ്കിലും ചെന്ന് അത് വിളമ്പിക്കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ദോഷം മനസ്സിലാവുന്നത്, അതിൻ്റെ അബദ്ധം മനസ്സിലാവുന്നത്. ഒന്നുകിൽ നമ്മൾ പരിഹസിക്കപ്പെടും, അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറും. ഇത്തരം സന്ദർഭങ്ങൾ ഒഴിവാക്കാൻ ദയവായി എല്ലാവരും ശ്രമിക്കണം. അതുകൊണ്ട് കിട്ടുന്ന വിവരം അത് വസ്തുതയാണോ, ശാസ്ത്രീയമാണോ, ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം വാർത്തകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു.